നാട്ടിൽ നിന്ന് മര്യാദയ്ക്ക് നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് വിദേശത്ത് അയക്കാൻ തീരുമാനിച്ചത്. വിദേശത്ത് പോയി അവിടെയും മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. അദ്ദേഹം ഇപ്പം എന്തിനാ ഇസ്രായേലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ സഖാക്കളെല്ലാം സഹായിക്കുന്ന ആരെയാ? ഇറാനെയും ഹമാസിനെയും അല്ലേ? ഇറാനെയും ഹമാസിനെയും നമ്മളെ ആളുകൾ സഹായിക്കുകയും നമ്മുടെ ആളുകളെ തൊപ്പിയിടുകയും അതിൻ്റെ കർച്ചീഫൊക്കെ കെട്ടിക്കൊണ്ട് ഇവിടെ പാർട്ടി സമ്മേളനമൊക്കെ നടത്തി സമ്പൂർണ്ണമായി നമ്മൾ ഇസ്രായേൽ വിരുദ്ധരായിട്ട് കേരളം നിൽക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ വിരുന്ന് കഴിച്ചിരിക്കുന്നു. എന്താണ് ശശി തരൂർ? ഇയാൾ അടങ്ങത്തില്ല എന്നത്, ഇദ്ദേഹം അടങ്ങത്തില്ലയോ? കോൺഗ്രസുമായിട്ട് തെറ്റി, കോൺഗ്രസിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചെയ്യുള്ളൂ. എന്നാൽ ചോദിച്ചപ്പറയും ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇതെന്തൊരു പാർട്ടിയാണ്? BJP-ക്കാരാണെങ്കിൽ നന്നായി അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ കൊണ്ടുപോകൂടാ അവിടെ കൊണ്ടുപോകും. കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിലേക്ക് അയക്കും. ഇനിയിപ്പോൾ അടുത്തിനി എവിടെയാണ് അയക്കുകയെന്ന് അറിയില്ല. ചൈനയിൽ അയക്കുമോ? ചൈനയെ പിന്നെ മോഡിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ചൈനയിൽ അയക്കത്തില്ലായിരിക്കും. മറ്റ് ഉത്തര കൊറിയയിൽ അയക്കുമോ എന്നറിയില്ല. മറ്റ് മോഡിക്ക് കൂടി താല്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടെങ്കിൽ, റഷ്യ അന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, എന്നാലും റഷ്യയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ശശി തരൂരിനെ അയക്കുമോ? ശശി തരൂർ എന്തായാലും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. അദ്ദേഹം കൊണ്ടേ പോകും. അദ്ദേഹം ഇത് ഒന്നുകിൽ ഷെർപ്പ, നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രസിഡന്റ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാൻ പറ്റത്തില്ല, അത് BJP-യിൽ ഒത്തിരി പേര് കിടപ്പുണ്ട്. ഇത് പല രൂപത്തിലുള്ള പോസ്റ്റുകൾ അദ്ദേഹം സ്വപ്നം കാണുന്നു. അദ്ദേഹം കൊണ്ടേ പോകുള്ളൂ, രാഷ്ട്രത്തെ സേവിച്ച് അടങ്ങും. അതാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശശി തരൂർ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ശശി തരൂർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ സണ്ണിക്കുട്ടി ഇബ്രാഹിമും സുധാ മേനോനും ഒരുപാട് പേര് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും FB-യിലും ഒക്കെ ബഹളം ഉണ്ടാക്കുന്നു. ഇയാൾ ആരാണ്? കോൺഗ്രസിൽ നിന്നിട്ട് സാധാരണ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആശാൻ വാനോളം പറക്കുകയാണ്, ലോകരാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ യുദ്ധഭീഷണിക്കിടയിലും ഇസ്രായേലിൽ പോയി ശപ്പാടടിച്ചു. വളരെ ഒന്നൊന്നര ഒരു മാനാണ്. വേറും ശശി തരൂരല്ല, ശശി തരൂർ തന്നെയാണ്. അദ്ദേഹം എന്തായാലും കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ട് ഫീൽഡിലുണ്ട്. ലോകരാജ്യങ്ങൾ കറങ്ങി വരികയാണ്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു. അദ്ദേഹത്തിനെ രാജ്യാന്തര തലങ്ങളിലേക്ക് തന്നെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് പണി കൊടുക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിൽ കോൺഗ്രസ് വീണിരിക്കുകയാണ്, ശശി തരൂർ വീണു. കോൺഗ്രസ് വീണെന്ന് പറഞ്ഞത് അവർ ശശി തരൂരിനെ പുറത്താക്കാൻ അവർക്ക് പറ്റാത്ത രീതിയിൽ അവർ ട്രാപ്പിൽ വീണു. അപ്പോൾ രണ്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞതുപോലെ, പിന്നെ വേലയും കാണാം, പിന്നെ താളിയും കിട്ടും എന്ന് പറഞ്ഞതുപോലുള്ള രീതിയിലാണ് ഇപ്പോൾ BJP ഗോളടിച്ച് നിൽക്കുന്നത്. ശശി തരൂരിനെ മാറ്റി നിർത്തുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ കൂടി അവർ നടത്തിയെടുക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളെ പോയി ഇന്ത്യയെക്കുറിച്ച് വേറെ ആളിനെ കുറിച്ച് സ്വന്തം പാർട്ടിക്കാർ പറയുന്നതിനേക്കാൾ വേറൊരു പാർട്ടിക്കാരനെ കൊണ്ട് പറയിക്കുന്നതിന് സൗന്ദര്യമുണ്ടല്ലോ. അങ്ങനെ ശശി തരൂരിനെ കൊണ്ട് പറയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ കോൺഗ്രസിന് അദ്ദേഹത്തിനെ പുറത്താക്കാനും കഴിയാത്ത രീതിയിൽ ശശി തരൂർ ഇങ്ങനെ വിമാനങ്ങളിൽ നിന്ന് വിമാനങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കുകയാണ്.